ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് വന്നേക്കുന്നത്. ഒരു കൺസീലർ വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു കൺസീലർ വെച്ച് തന്നെ നമുക്ക് ഫുൾ ഓൺ ലുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെൻസ് വെച്ചു. അതിൻ്റെ കഴിഞ്ഞ് ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. സ്കിൻ നല്ല പ്രിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിടുന്ന മേക്കപ്പിന് നല്ലൊരു ലോങ് ലാസ്റ്റിങ് വരും. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ബാമിനെ കുറിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം നെക്സ്റ്റ് മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നല്ല അത്യാവശ്യം മോയ്സ്ചർ, കാരണം നല്ല വിൻ്റർ സീസൺ ആയതുകൊണ്ട് നല്ലോണം മോയ്സ്ചറൈസർ ഇടുക. അപ്പം എംകഫയുടെ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പം ഫുൾ ഓൺ ലുക്ക് ഞാനിതിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും ഇട്ടേക്കാം. ഇതും ഇത്രയും നാളാണെന്ന് തോന്നുന്നു, ഇത്രയും നാളാണ് വാങ്ങിച്ചത്. നല്ലൊരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്ലെയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു എന്താ പറയുക ഡ്രസ്സാണ്. ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സ്, നല്ല അടിപൊളി എല്ലാ സ്കിൻ ടോണും ചേരും. ഞാൻ പറഞ്ഞ കൺസീലർ ഇതാണ്. നല്ല അടിപൊളി ടിപ്സ് ചെയ്ത ഒരു അടിപൊളി കൺസീലർ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. ഞാൻ യൂസ് ചെയ്ത ഷെയ്ഡ് ബ്രാൻഡ് ചെയ്യാൻ തോന്നുന്നു എൻ്റെ ഷെയ്ഡും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ കൺസീലർ വെച്ച് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഒന്നും ഡാർക്ക് സർക്കിൾസ് മാത്രമേ ഉള്ളെങ്കിൽ അത് തന്നെ വെച്ച് നമുക്കൊന്ന് കവറപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ ഒരു പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്ത്. നെക്സ്റ്റ് ഞാൻ ഒരു ലൂസ് പൗഡറാണ് യൂസ് ചെയ്തത്. അതൊന്ന് കൺസീലർ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒന്ന് ലൂസ് പൗഡർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. കാരണം കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഒരു കൺസീലറിന് ലൂസ് പൗഡർ മാത്രം മതി. ഇല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ, ഇതൊന്ന് കോമ്പാക്ട് പൗഡറെക്കാട്ടി ഇച്ചിരിയും കൂടെ ലൂസ് പൗഡർ ആർക്കും ഒന്നും കൂടെ സെറ്റ് ആവുന്നത്. ഒന്ന് നല്ലോണം ഒന്ന് എവിടെയൊക്കെ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അത്യാവശ്യം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒരു ബ്രഷ് വെച്ച് തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുക. കുറച്ചെടുത്ത് നമ്മൾ അത്യാവശ്യം ഡാബ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ലൂസ് പൗഡറൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു ഐബ്രോ പെൻസിൽ വെച്ച് ഐബ്രോസൊക്കെ നല്ലൊരു ഷേപ്പ് കൊടുത്തിട്ട് ലിപ്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ഇത് നിക്സിൻ്റെ ഒരു ലിപ്പ് കോംബോ ആണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഗ്ലോസി ടൈപ്പാണ് ഇഷ്ടം. ഇതിൻ്റെ ഒരു സൈഡ് മാറ്റും ഒരു സൈഡ് ഗ്ലോസി ടൈപ്പ് ഉള്ളതാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിൻ ടോൺ അത്ര ചേർച്ചയില്ലായിരിക്കുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് ചേർത്ത് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആ മാറ്റ് ഭാഗത്തിൽ ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒരു 2 or 5 seconds ഒന്ന് ഡ്രൈ ആവിടുക. ഓക്കെ, അത് കഴിയുമ്പം ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുക. അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഗ്ലോസ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ വീഡിയോ പ്രത്യേകം ഞാൻ ഇടുന്നതായിരിക്കും. ഇതാണ് ഹെയർ സ്റ്റൈലും ഫുൾ ഓൺ ലുക്ക് ഇതാണ്. ലിപ്സ്റ്റിക് കൂടെ ഇടുമ്പോൾ നമുക്ക് ഫുൾ ഓൺ ലുക്ക് സൂപ്പറാവും. അപ്പം ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി സിമ്പിൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഷെയർ ചെയ്യുക. ബൈ.